ഹായ് ഫ്രണ്ട്സ്, സ്വപ്നസഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോഴത്തെ ഇന്ന് ഞാൻ ചെറിയൊരു ട്രാവലാണ്, നമ്മുടെ ഒരു ബൈക്കിൽ ഒരു ചെറിയ യാത്രയാണ്. അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെങ്കൽ മകേശ്വര ക്ഷേത്രമാണ്. ചെങ്കൽ മകേശ്വര ക്ഷേത്രം ഞാൻ ഏകദേശം 3 വർഷം മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിരാവിലെയാണ് യാത്ര. നേരെ ചെങ്കൽ മകേശ്വര ക്ഷേത്രമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരാം. ചെങ്കൽ മകേശ്വര ക്ഷേത്രം നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്നും ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നെയ്യാറ്റിൻകരയിൽ നിന്നും നമുക്ക് ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നതെങ്കിൽ ട്രിവാൻഡ്രം, ബാലനാപുരം, നെയ്യാറ്റിൻകര, അത് ഇങ്ങനെയാണ് വരാനുള്ള ലൊക്കേഷൻ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപുള്ള ഫോട്ടോസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് 3 വർഷം മുമ്പ് പണി നടക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നറിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഒരു പണി നടന്നത് ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനുള്ള ഒരു യാത്രയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിരാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ ഞാൻ റൈഡ് ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കാറായിട്ടുണ്ട്. ഇവിടെ നേരെ ചെങ്കൽ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എൻട്രൻസിനുള്ളിലേക്കാണ് കയറുന്നത്. നമുക്ക് വരുമ്പോൾ തന്നെ ലോകാത്ഭുതങ്ങളിലൊന്നായ ചെങ്കൽ മകേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗം കാണാനായിട്ട് കഴിയും കേട്ടോ. ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എന്തായാലും ഇവിടുത്തെ വോക്ക് റൗണ്ട് ഒന്ന് കറക്കി കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ അതിരാവിലെ തന്നെ ഇവിടുത്തെ അഭിഷേകത്തിനായി ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 വർഷം കണ്ടതുപോലെയൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ചെങ്കലിലെത്തിയിട്ടുണ്ട്. ചെങ്കലിലെത്തിയിട്ട് ഞാൻ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3 വർഷം മുമ്പ് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോകാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഹനുമാൻ സ്വാമിയുടെ ഉള്ളിൽ കൂടെ കയറി നടക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് എനിക്ക് കയറി വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല. അതിനകത്ത് വീഡിയോ അലോഡല്ല. അഭിഷേകം ചെയ്യാൻ കയറുന്നവർക്ക് മാത്രമേ അതിനകത്ത് കയറാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ചെങ്കൽ മകേശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് തിരക്കുകളായിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ പണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കര കൗതുകമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞുമക്കൾ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പച്ചപ്പും ഒരുപാട് പുരോഗമനമുണ്ട് കേട്ടോ. ഭയങ്കര സെറ്റപ്പായി കഴിഞ്ഞു. ഇവിടത്തേക്ക് പുൽത്തോട്ടവും ചെടിയും ഭയങ്കര സെറ്റപ്പായത്. ഞാൻ ഏകദേശം ശിവലിംഗത്തിൻ്റെ അടുത്ത് വന്നിപ്പോണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കാണാനായിട്ട് ഭയങ്കര കലയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഞാനിവിടുന്ന് അഭിഷേകം ചെയ്യുന്ന അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഞാൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ടൊന്നും കാര്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യാനായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അഭിഷേകം ചെയ്യാനൊക്കെ പോകാമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അഭിഷേകം ചെയ്യുന്ന അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അഭിഷേകം ചെയ്യാനായിട്ട് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ ഇവിടെ ടോക്കണുണ്ട്. ടോക്കൺ എടുത്ത ശേഷം നമ്മുടെ മൊബൈലും ഷർട്ടൊക്കെ അവിടെ നമ്മൾ കോരി വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് കയറാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വാളണ്ടിയേഴ്സും ഇവിടുത്തെ ആൾക്കാരുണ്ട് മേൽനോട്ടത്തിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേൽനോട്ടത്തിലാണ് അകത്ത് കയറാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കഴിഞ്ഞ് നേരെ വീണ്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ ഞാൻ വീണ്ടും കണ്ടു മടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹനുമാൻ സ്വാമിയുടെ കാഴ്ചകൾ കാണാനായിട്ട് എന്തായാലും കൗതുകത്തോടെ ഓടി വന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വലിയൊരു അനുഭൂതി തന്നെയായിരിക്കും, അനുഗ്രഹവും ഉണ്ടാവും. കാര്യം ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ നേരെ എൻ്റെ ബൈക്ക് ലക്ഷ്യമാക്കിയാണ് എൻ്റെ പോക്ക് കേട്ടോ. അപ്പം നേരെ ബൈക്ക് എടുക്കുക, തിരികെ പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ നേരെ ബൈക്കിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു എൻട്രൻസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരെ ബൈക്കൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹെൽമെറ്റൊക്കെ ഞാനിവിടെ വച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.